ഓ ഇവിടെ ഇരിപ്പണ്ട. എന്താണ് ഐശ്വര്യ ആകെ വിഷമിച്ചിരിക്കണത്? ഒന്നുമില്ല, മുറിഞ്ഞിട്ടപ്പോ ഒന്നും ചെയ്യാൻ പോലല്ല. ഓ പറയില്ലെങ്കിൽ ഞാൻ നാളെ വീട്ടിൽ പോകൂട്ടാ. നീ കഴിഞ്ഞ ആഴ്ച പോയി ഇവിടെ വന്നേലുള്ളൂ. ഇവിടെ അധികം നിന്നാ ശരിയാവൂല, എന്റെ വായന എന്തെങ്കിലുമൊക്കെ വീഴും. ഓ അതെ, എനിക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കുറച്ച് സമയമൊക്കെ വേണം. എനിക്ക് പാത്രം കഴുകാൻ സിങ്കിൽ കൊണ്ട് അപ്പ തന്നെ ഇട്ട് കഴുകാനൊന്നും പറ്റൂല. എന്റെ സൗകര്യത്തിനെ ഞാൻ കഴുകുള്ളൂ. അതൊക്കെ പിന്നെ പറഞ്ഞുകൊണ്ട് കിടക്കണേ എന്തിനാ? അതെ, അമ്മയായിട്ട് തല്ലുപിടിച്ച്. അല്ലെങ്കിലും അതെ, എപ്പോഴും ഉള്ളതാണ്. കഴിഞ്ഞ ദിവസം പെര തുടച്ചപ്പോഴായിരുന്നു ഇത് കഴിഞ്ഞില്ലേ മോനെ, ഇങ്ങനെ തുടക്കല്ലേ അങ്ങനെ തുടക്കി. പിന്നെ മീൻ വെട്ടാൻ നേരത്തും അതെ, ഈ ഒരുമാതിരി വന്ന് കളിയാക്കലാണ്. അയ്യോ മോനെ, അങ്ങനെ ചെയ്താൽ ഇത് ഇങ്ങനെ കഴിയും, ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞൊരു കളിയാക്കി ഉപദേശിക്കല് എപ്പോഴും അതെ. ഓ അപ്പൊ അതാണ് കാര്യം. ഐശ്വര്യ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേ, കഴിഞ്ഞ പ്രാവശ്യം മാത്രമല്ല അതിന് മുമ്പ് വന്നപ്പോഴൊക്കെ ഞാൻ ഇടയ്ക്ക് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ അമ്മ നിന്നെ നല്ല രീതിയിൽ വഴക്കുറയാറുണ്ട്. ചിലപ്പോഴൊക്കെ എനിക്കത് നല്ല കളിയാക്കലായിട്ട് തോന്നാറുണ്ട്. അതൊന്നും നിനക്ക് കുഴപ്പമില്ല. ഇവിടെ വന്നു കഴിയുമ്പോൾ നിനക്ക് എൻ്റെ അമ്മയുടെ മുമ്പിൽ ഒരു ആയും കൂടിയും കയറിയല്ല, അപ്പൊ അത് അമ്മായിയമ്മയല്ല. ചിലപ്പോ നിന്റെ വിഷയം അതായിരിക്കും. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, എൻ്റെ അമ്മയും നിന്റെ അമ്മയൊക്കെ അങ്ങനെ നീ കാണേണ്ട കാര്യമില്ല. നീ ഇവിടെ അമ്മയായിട്ട് നല്ലൊരു ബോണ്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് നിന്നെ കുറച്ചുകൂടി കൂടുതൽ സ്നേഹിക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. കൊച്ചന്തി അവിടെ അമ്മയുടെ ഒപ്പല്ലേ? ബാ ഒരു കാര്യം കാണിച്ചുതരാം. ഞാനെങ്ങുമില്ല. ബാ ഒരു കാര്യം കാണിച്ചുതരാന്ന്. എടി മൊബൈൽ കൊണ്ടുവന്നേടി, എത്ര നേരം മൊബൈൽ കാണുന്നത്? കൊണ്ടുവരും മൊബൈല്, ഇവിടെ കൊണ്ടുവരും. കണ്ടില്ലേ അമ്മ ഇപ്പൊ നമ്മുടെ മോളെ കിടന്ന് പണങ്ങ കണ്ടില്ലേ? ഇപ്പൊ നിന്റെ ദേഷ്യമൊക്കെ ഒന്ന് കുറക്ക്, സങ്കടവും ദേഷ്യവും പരിഭവമൊക്കെ ഒന്ന് കുറക്ക്. കുറച്ചാളയുമ്പോഴേ ആ ചെറുത് വരും സങ്കടവും പറഞ്ഞുകൊണ്ടും. അപ്പൊ ഞാനിനി ആരുടെയൊക്കെ സങ്കടം കേൾക്കണം? പിന്നെ മറക്കണ്ട, നേരത്തെ പറഞ്ഞ ബോണ്ടില്ലേ അതൊന്ന് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ തമ്മിൽ. അപ്പൊ എനിക്ക് നിന്നോട് കുറച്ചുകൂടി അങ്ങോട്ട് സ്നേഹിക്കാൻ വേണ്ടി മനസ്സിലായില്ലേ?